വെൽക്കം ടു എജുക ഹബ്. എജുക ഹബിൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ +1 വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന ഫസ്റ്റ് യൂണിറ്റാണ്. ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്, മഹത്വത്തിൻ്റെ ദർശനങ്ങൾ. നമ്മളെല്ലാവരും വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. വിജയിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാൾ പോലും ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ തലക്ക് എന്തോ കുഴപ്പമുണ്ട്. അതല്ലേ ശരി? ഒരാൾക്ക് വിജയിക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ വേണം? അതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ വിവിധ പാഠഭാഗങ്ങളിലൂടെ പരാമർശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വിജയിക്കാൻ എന്തെല്ലാം ഘടകങ്ങളാണ്? നമുക്ക് ലോക ചരിത്രത്തിലെ പല മഹാരഥന്മാരുടെ ചരിത്രവും പരിശോധിക്കപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പണമോ സൗന്ദര്യമോ പദവിയോ ഒന്നുമല്ല വിജയിക്കാൻ ആവശ്യമായത്. നമുക്ക് പലരുടെയും ചരിത്രം പരിശോധിക്കാം. ഏറ്റവും ആദ്യം അമേരിക്കയുടെ ഗ്രേറ്റ് പ്രസിഡൻ്റായിരുന്ന അബ്രഹാം ലിങ്കൻ പണക്കാരനായിരുന്നു. എന്തിനു വേണം? ഒരു ജനതയുടെ മോഹസാഫല്യത്തിന് വേണ്ടിക്കൊണ്ട് ഇതിഹാസം പോരാടിയ നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിക്ക് സൗന്ദര്യമുണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ കറുത്ത വർഗക്കാരന് വേണ്ടി പോരാടിയ നെൽസൺ മണ്ടേലക്ക് സൗന്ദര്യമുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിച്ച APJ അബ്ദുൽ കലാം എന്ന മഹൽ വ്യക്തിക്ക് പണമുണ്ടായിരുന്നു. അവരുടെയൊക്കെ കുട്ടിക്കാലം ദുഷ്കരമായിരുന്നില്ലേ? എന്നിട്ടും അവർ ലോകത്തിൽ വിജയിച്ചവരായി മാറി. തങ്ങളുടെ കഠിനാധ്വാനവും തങ്ങളുടെ ആത്മവിശ്വാസവും മുറുകെ പിടിച്ച് ജീവിതത്തിലെ പരാജയങ്ങളെ മറികടന്ന് വിജയത്തിൻ്റെ ഔജിന്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് +1 ഇംഗ്ലീഷിൽ അബീസ് സ്പീച്ച് അഥവാ അബ്രഹാം ലിങ്കൻ എന്ന അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ മഹത്തായ സ്പീച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. റീഡ് ആൻഡ് ഡിസ്കഷൻസ്, വായിക്കാനും ചർച്ച ചെയ്യുവാനുമാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അബ്രഹാം ലിങ്കൻ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്മാൻ. അബ്രഹാം ലിങ്കൻ അമേരിക്കയുടെ അതിമഹത്തായ സ്റ്റേറ്റ്മാൻ ആയിരുന്നു, പ്രസിഡൻ്റ് ആയിരുന്നു. ഹി ഈസ് നോൺ ഫോർ ഹിസ് സെലിബ്രേറ്റഡ് സ്പീച്ചസ്. അദ്ദേഹത്തിൻ്റെ മഹത്തായ പ്രസംഗങ്ങളിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് ഹിസ് ഫസ്റ്റ് സ്പീച്ച് ആസ് എ ലിറ്റിൽ ബോയ്. അദ്ദേഹം ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നടത്തിയ ഒരു സ്പീച്ചിൻ്റെ ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അബീസ് ഫസ്റ്റ് സ്പീച്ച്. അബി എന്ന് സൂചിപ്പിക്കുന്നത് അബ്രഹാം ലിങ്കനെയാണ്. അബി മെയ്ഡ് ഹിസ് ഫസ്റ്റ് സ്പീച്ച് വെൻ ഹി വാസ് എ ബോയ്. അബി മെയ്ഡ് ഹിസ് ഫസ്റ്റ് സ്പീച്ച് വെൻ ഹി വാസ് എ ബോയ്. അദ്ദേഹം ഒരു കുട്ടിയായിരുന്നപ്പോഴാണ് ആദ്യമായി അദ്ദേഹം പ്രസംഗം നടത്തിയത്. ഗോയിങ് ബെയർ ഫൂട്ടായിരുന്നു, ചെരുപ്പില്ലാതെയായിരുന്നു. ബെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗ്നമായ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ നഗ്നപാദവുമായിട്ടായിരുന്നു അദ്ദേഹം സ്പീച്ച് നടത്തിയത്. ഹിസ് ട്രൗസേഴ്സ് ഹെൽഡ് അപ്പ് ബൈ വൺ സസ്പെൻഡർ. അദ്ദേഹത്തിൻ്റെ ട്രൗസർ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത്രയും മോശം അവസ്ഥ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹിസ് ഷോക്ക് ഓഫ് ഹെയർ സ്റ്റിക്കിംഗ് ത്രൂ എ ഹോൾ ഇൻ ദ ക്രൗൺ ഓഫ് ഹിസ് ചീപ്പ് സ്ട്രോ ഹാറ്റ്. അദ്ദേഹം ഒരു ചീപ്പ് സ്ട്രോ ഹാറ്റ് ധരിച്ചിരുന്നു. വൈക്കോൽ കൊണ്ടുള്ള തൊപ്പിയുണ്ട്, അത് ധരിച്ചിരുന്നു. Sticking through a hole in a crown of his cheap straw hat. ആ വൈക്കോൽ തൊപ്പിയുടെ ഹോളിലൂടെ
അദ്ദേഹത്തിൻ്റെ മുടി മുകളിലേക്ക് ഉയർന്നു നിന്നിരുന്നു. അബി ഇൻ കമ്പനി വിത്ത് ഹിസ് റൈൽ സ്പ്ലിറ്റിംഗ് കമ്പാനിയൻ ഡെന്നിസ് ഹാങ്സ്. ഡെന്നിസ് ഹാങ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ ഹിസ് റൈൽ സ്പ്ലിറ്റിംഗ് കമ്പാനിയനാണ്, അഥവാ വേലി കെട്ടുന്നതിന് വേണ്ടിക്കൊണ്ട് മരം കയറുന്നതിനുള്ള തൻ്റെ കൂട്ടുകാരനായിരുന്നു ഡെന്നിസ് ഹാങ്സ്. അറ്റൻഡഡ് എ പൊളിറ്റിക്കൽ മീറ്റിംഗ്. ഒരു രാഷ്ട്രീയ യോഗത്തിൽ, രാഷ്ട്രീയ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തു. വിച്ച് വാസ് അഡ്രസ്ഡ് ബൈ എ ടിപ്പിക്കൽ സ്റ്റം സ്പീക്കർ. അവിടെ ആളുകളെ അഡ്രസ് ചെയ്തുകൊണ്ട്, അഭിസംബോധനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് എ സ്റ്റം സ്പീക്കറാണ്. സ്റ്റം സ്പീക്കർ എന്ന് പറയുമ്പോൾ ഒരു തെരുവ് പ്രാസംഗികൻ. തെരുവിൽ ആളുകളോട് സംസാരിക്കാൻ വേണ്ടിക്കൊണ്ട് ട്രെയിനിങ് കിട്ടിയ ഒരു സ്റ്റം സ്പീക്കറായിരുന്നു ആ പൊളിറ്റിക്കൽ മീറ്റിങ്ങിൽ ആളുകളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് സംസാരിച്ചിരുന്നത്. വൺ ഓഫ് ദോസ് ലൗഡ് വോയിസ്ഡ് ഫെലോസ്. അദ്ദേഹം നല്ല ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. who shouted at the top of his voice. ഇടയ്ക്കിടെ അദ്ദേഹം തൻ്റെ ശബ്ദം ഉയർത്തുന്നുണ്ട്, അലറുന്നുണ്ട്. and waved his hands widely. നല്ല വിശാലമായിട്ട് കൈയൊക്കെ ഇങ്ങനെ വേവ് ചെയ്യുന്നുണ്ട്, ആംഗ്യം കാണിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. at the conclusion of the speech. പ്രസംഗത്തിൻ്റെ അവസാനം which did not meet the views either of Abby or Dennis. ഈ പ്രാസംഗികൻ്റെ വ്യൂസിനോട്, കാഴ്ചപ്പാടിനോട് അബിക്കും ഡെന്നിസിനും ഒരിക്കലും യോജിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പറയുന്നതൊക്കെ വിടുവായുത്തങ്ങളാണ് എന്ന് ഇവർ ചിന്തിക്കുകയാണ്. The latter declared that Abby could make a better speech than that. എന്നാൽ അബിക്ക് ഇതിനേക്കാൾ നല്ല രീതിയിൽ, ആ തെരുവ് പ്രാസംഗികൻ നടത്തിയതിനേക്കാൾ നല്ല രീതിയിൽ പ്രസംഗിക്കാൻ സാധിക്കുമെന്ന് ഡെന്നിസ് ചിന്തിക്കുകയാണ്, ഡെന്നിസ് പറയുകയാണ്. Whereupon, അതിനുശേഷം he got a dry goods box and called on Abby to replay to the campaign orator. He got a dry goods box. ഒരു ഡ്രൈ ഗുഡ്സ് ബോക്സ് കൊണ്ടുവരികയാണ് ആര്? ഡെന്നിസ്. and called on Abby to replay to the campaign orator. ആ campaign oratorോട് എന്ന് പറഞ്ഞാൽ ആ ക്യാമ്പയിനിൽ സംസാരിച്ച വാഗ്മിയോട് മറുപടി കൊടുക്കുവാൻ ആബിയെ ഡെന്നിസ് ആ ഒരു ഡ്രൈ ബോക്സിൻ്റെ മുകളിലേക്ക് വിളിക്കുകയാണ്. Little Abby threw his old straw hat on the ground. നേരത്തെ നമ്മൾ പറഞ്ഞു അവൻ്റെ തലയിലുണ്ടായിരുന്ന ആ പഴയ വില കുറഞ്ഞ വൈക്കോൽ തൊപ്പി അവൻ ഗ്രൗണ്ടിലേക്ക് തലയിൽ നിന്നെടുത്ത് എറിയുകയാണ്. ത്രൂ ചെയ്തു. മൗണ്ടിങ് ദ ഡ്രൈ ഗുഡ് ബോക്സ്. മൗണ്ടിങ് ദ ഡ്രൈ ഗുഡ്സ് ബോക്സ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ആ ബോക്സിന് മുകളിൽ മൗണ്ട് ചെയ്യുകയാണ്, കയറുകയാണ്. Delivered a speech which held the attention of the crowd. Delivered a speech, ഒരു പ്രസംഗം നടത്തുകയാണ്. Which held the attention of the crowd. ക്രൗഡിൻ്റെ, ആൾക്കൂട്ടത്തിൻ്റെ ശ്രദ്ധ മുഴുവനും പിടിച്ചു പറ്റുകയാണ്. And won him considerable applause. അവൻ അങ്ങനെ മറുപടി കൊടുക്കുന്നതിൽ വിജയിക്കുകയും അതോടൊപ്പം തന്നെ ആളുകളിൽ നിന്ന് അപ്ലൗസ് കിട്ടുകയാണ്, കയ്യടി കിട്ടുകയാണ്.
Even the campaign orator admitted that it was a fine speech. പിന്നെ അതിനുശേഷം നേരത്തെ പ്രസംഗിച്ച ഒറാറ്റർ ഇല്ലേ, അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്, ദിസ് ഈസ് എ ഫൈൻ സ്പീച്ച്. ഇറ്റ് വാസ് എ ഫൈൻ സ്പീച്ച്. അതിമനോഹരമായ സ്പീച്ചാണ് അബിയുടേതെന്ന്. ആരാ അവകാശപ്പെടുന്നത്? ആ ഒറേറ്റർ തന്നെ അവകാശപ്പെടുകയാണ്. ആൻഡ് ആൻസ്വേർഡ് എവ്രി പോയിൻറ്റ്സ് ഇൻ ഹിസ് ഓൺ ഒറേഷൻ. അദ്ദേഹത്തിൻ്റെ ആ ഒറേറ്ററുടെ എല്ലാ വാദങ്ങൾക്കുമുള്ള, എല്ലാ ഒറേഷനുമുള്ള മറുപടികൾ അബി നൽകിക്കഴിഞ്ഞു എന്ന് ആ ഒറേറ്റർ തന്നെ സമർത്ഥിക്കുകയാണ്. ഡെന്നിസ് ഹാങ്സ്, who thought Abiy was the greatest man who ever lived. അബി ഇന്ന് ജീവിച്ചിരിപ്പുള്ളതിൽ വെച്ച് മഹാനായ മനുഷ്യൻ തന്നെയാണ്. who ever lived, ജീവിച്ചിരിപ്പുള്ളതിൽ. was delighted, അവനേറെ സന്തോഷിച്ചു, delighted ആയി. and he often spoke of how young Abiy got the better of the trained campaign speaker. അവനിങ്ങനെ ഇടക്കിടക്ക് പറയുകയാണ്, എന്തായാലും അബി ആ ഒരു സ്റ്റം സ്പീക്കറേക്കാൾ, ആ ഒരു ഒറേറ്ററേക്കാൾ അതിമനോഹരമായിട്ട് തന്നെ പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് ഡെന്നിസ് ഹാങ്സ് പറയുകയാണ്. ഫ്രം അബി ലിങ്കൺസ് അനക്ഡോട്ട്സ് ആൻഡ് സ്റ്റോറീസ് ബൈ ആർ.ഡി. വേർഡ്വർത്ത്. ആർ.ഡി. വേർഡ്വർത്തിൻ്റെ അബ്രഹാം ലിങ്കനും ജീവിത ചരിത്രവും എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്ത ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. സോ ദിസ് ഗിവ്സ് ആൻ ഇൻസ്പിറേഷൻ. ഇത് നമുക്കൊരു ഇൻസ്പിറേഷൻ നൽകുന്നുണ്ട്. നോക്കൂ, അതാണ് വിന്നേഴ്സ് വിൽ സീക്ക് ഓപ്പർച്യൂണിറ്റീസ്, failures will seek excuse. വിജയികൾ അവസരങ്ങളെ തേടിപ്പോകും, പരാജിതർ എക്സ്ക്യൂസുകളെ തേടിപ്പോകും. നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സീക്ക് ദ ഓപ്പർച്യൂണിറ്റീസ്, അവോയ്ഡ് ദ എക്സ്ക്യൂസ്. എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബം, എൻ്റെ സമ്പത്ത്, എൻ്റെ സൗന്ദര്യം, ഇത്തരം എക്സ്ക്യൂസുകളെ തേടിപ്പോകാതെ സീക്ക് ദ ഓപ്പർച്യൂണിറ്റീസ്. സോ അപ്പോൾ ഞാനൊരു റിക്വസ്റ്റ് കൂടി നിങ്ങൾക്ക് നൽകുകയാണ്. വിദ്യാർത്ഥികളെ, നമ്മുടെ എഡ്യൂക്കാ ഹബിൻ്റെ ചാനലിൽ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ വിവിധ പാഠഭാഗങ്ങൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. ഇനിയും ഒരുപാട് പാഠഭാഗങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പാഠഭാഗവുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.